Hello guys, welcome to another video of my YouTube channel. ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല, ഒരു പഠിക്കേണ്ട ടിപ്പായിട്ടാണ് വന്നത്. ബിക്കോസ് ഐ ഹാവ് എക്സാം നെക്സ്റ്റ് വീക്ക്. സോ അതിൻ്റെ ടിപ്പായിട്ടാണ് ഞാൻ വന്നത്. ബേസിക്കലി ഞാൻ ഒരു ദിവസം മുന്നെയാണ്, അതായത് തലേന്നാണ് എക്സാമിന് പഠിക്കാറ്. ബിക്കോസ് അങ്ങനെയാണ് എനിക്ക് തലയിൽ കയറാറ്. ചില ആൾക്കാർ 1 വീക്ക് മുന്നേ പഠിക്കുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ ഇന്ന് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സൊക്കെ മാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പഠിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഒരു മെത്തേഡാണ്, ഞാനിങ്ങനെ സ്റ്റിക്കർ വെച്ചിട്ട് എൻ്റെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളും, പിന്നെ അതാകുമ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ അത് തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഓർമ്മയിലും വരും, പഠിക്കാനും ഈസി ആയിരിക്കും. സോ ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് പഠിക്കാറ്. അല്ലാതെ എനിക്ക് ഫുൾ കവർ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പഠിക്കാൻ ഇറങ്ങിയത്. എപ്പോഴും 1 വീക്ക് മുന്നേ ഇങ്ങനെ പഠിക്കണം വെച്ചിരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഒന്നും സാധിക്കാറില്ല. ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാൽ ഫോൺ കണ്ടാൽ അങ്ങനെ എൻ്റെ ഒരു ദിവസം പോകും. ഫോണിൽ തന്നെ ആയിരിക്കും. എല്ലാവരെ പോലെ അങ്ങനെ തന്നെയുള്ള ആളാണ് ഞാൻ. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ഞാൻ എങ്ങനെയല്ല പഠിച്ച് തീരാമെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. സോ ഇപ്പോഴത്തെ തീരുമാനമാണ് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. അതിന് യൂസ് ചെയ്യുന്ന സാധനമാണിത്. ഓക്കെ, സോ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഓരോ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യും. പിന്നെ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കലാണ് അടുത്ത ഹോബി എന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റ് മനസ്സിലാക്കുക. അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും കണ്ടൻറ്റ് ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കും. അതാകുമ്പോൾ എനിക്ക് എന്ത് പുറത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും അത് അറ്റൻഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും പിന്നെ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളും കിട്ടും. സോ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആ സബ്ജക്റ്റിനെ പറ്റി കുറച്ച് അറിഞ്ഞു വെക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൻസേഴ്സൊക്കെ ഇങ്ങനെ നടുക്കോട്ട് എഴുതി വെക്കും. ലൈക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൻ്റെ ആൻസർ ആയിരിക്കും, പിന്നെ ലാസ്റ്റ് തൊട്ട് ഞാൻ പഠിച്ചതും കൂടി അതിൽ എഴുതി വെക്കും. അങ്ങനെ ഞാൻ ഫസ്റ്റ് 2 പേപ്പേഴ്സൊക്കെ പേജസ്, അതായത് 10 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 2 പേജസ് എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെ എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചത് ഇല്ലാണ്ടാകുമെന്ന് തോന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. സോ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻസ് ബ്രീഫായിട്ട് എഴുതി വെക്കും. പിന്നെ അതിലെ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു ഓൾ ഇൻ വൺ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ChatGPT എന്ന് പറഞ്ഞത് എല്ലാവരും യൂസ് ചെയ്യുന്നത് പോലെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ChatGPT വഴി എനിക്ക് കുറേ പോയിൻറ്റ്സ്, അതായത് എനിക്ക് പാരഗ്രാഫ് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പോയിൻറ്റ്സ് വൈസായിട്ട് ChatGPT നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ അയച്ചു കൊടുത്തതിനാൽ ഇങ്ങനെ പോയിൻറ്റ്സ് വൈസായിട്ട് ആൻസേഴ്സൊക്കെ നമുക്ക് റിമെമ്പർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സോ ഞാൻ പോയിൻറ്റ്സ് വൈസാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ്. ഫസ്റ്റൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും, ആൻസേഴ്സ് ഒന്നും കിട്ടില്ല, എന്താ എഴുതേണ്ടതെന്ന് ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയമായിരിക്കും. പിന്നെ നമ്മളൊരു 2-3 ആൻസേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു ബേസിലേക്ക് വരുന്നൊരു ഫീലാണ് എനിക്ക് ഉണ്ടാവാറ്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് പറയേ വേണ്ട, എന്തൊക്കെയോ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ എഴുതി വെക്കും. ലൈക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവട്ടെ എന്നുള്ള ഒരു മാർക്ക് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കി എഴുതും. എപ്പോഴും നല്ല മാർക്ക് വേണം, ഗുഡ് ഗ്രേഡ് വാങ്ങണം, അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ തലേന്നാവുമ്പോൾ ഒന്ന് ഇങ്ങനെ മാനിഫെസ്റ്റേഷനും റെഡിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ്. പക്ഷേ എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് ഇതെന്തായാലും എഴുതാൻ പറ്റും, പാസ്സാവും, മാർക്ക് വാങ്ങും, ലൈക്ക് അങ്ങനത്തെ കുറേ മോട്ടിവേഷൻസ് ഞാൻ തലേന്നേ ആക്കി വെക്കും. ബിക്കോസ് നമ്മൾ പഠിച്ചത് നമുക്ക് തന്നെയാണ് നല്ലത്, അത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക. സോ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കുറേ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും.